വടകരയിൽ ഷാഫി ജയിച്ചാൽ വർഗീയത ജയിക്കുന്നേ എന്ന കേരളത്തിന്റെ ഏറ്റവും പുതിയ നിഷ്പക്ഷ പ്രമുഖ നിലവിളികളോടാണ് പ്രതികരിക്കേണ്ടെന്നാണ് ആദ്യം കരുതിയത്. ഇതൊന്നും പ്രതികരണം അർഹിക്കുന്നില്ല എന്ന് പഠിപ്പിച്ചു തന്നതും യഥാർത്ഥത്തിൽ വടകരക്കാരാണ്. കാരണം ഷാഫി വടകരയിൽ വന്നിറങ്ങിയത് മുതൽ, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഷാഫിയോടൊപ്പം ഈ ആൾക്കൂട്ടം കണ്ടത് മുതൽ ഇത്തരത്തിലൊരു പ്രചരണം ഒറ്റയും തെറ്റയും നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ വടകരയിൽ പ്രചരണത്തിന് പോയ സമയത്ത് അവിടെയുള്ള പ്രവർത്തകർ തന്നെ ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതായി കേട്ടു. അഥവാ പലരും ഇങ്ങനെ ചോദിക്കുന്നു, ഷാഫി മുസ്ലിം ആയതുകൊണ്ടാണ് ആൾക്കൂട്ടം ഉണ്ടാവുന്നത് എന്നൊരു പ്രചരണം എവിടെ നിന്നൊക്കെയോ വരുന്നു, അതിനെ ഒന്ന് മറുപടി കൊടുക്കണം എന്നല്ലോ എന്ന രൂപത്തിലുള്ളൊരു സംസാരം. അതിന് ഇവർ തന്നെ പറഞ്ഞ മറുപടിയാണ്, ഇക്കണ്ട കാലം അത്രയും മുരളീധരനായാലും മുല്ലപ്പള്ളി ആയാലും ഒക്കെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതും അവരെ ജയിപ്പിക്കാൻ കൂടെ നിന്നതും ഞങ്ങളാണ്. ഇത്രയും കാലം ഞങ്ങൾക്ക് തോന്നാത്തൊരു തോന്നലിനെ നിങ്ങൾ എവിടെ നിന്നോ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിന് ഞങ്ങൾ പ്രതിരോധിക്കണം എന്ന് പറയുന്നതിന് സൗകര്യമില്ല. നിങ്ങളുടെ വൈകല്യമാണത്, നിങ്ങൾ തിരുത്തുക എന്നത്. ശരിയായി തോന്നിയത് ആ മറുപടിയാണ്. എങ്കിലും നിഷ്പക്ഷരെ നിങ്ങളോടാണ്. നിഷ്കളങ്കർ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. കേരളത്തിന്റെ പൊതുബോധ നിർമ്മിതിയിൽ ഇടതിനുള്ള പങ്ക്, അല്ലെങ്കിൽ ഈ സോക്കോൾഡ് ഇടതുപക്ഷത്തിനുള്ള പങ്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദീപ നിശാന്തും സുനിൽ പിള്ളയുടെയും ഒക്കെ ആഘോഷിക്കപ്പെടുന്നത് ഇടതു പ്രൊഫൈലുകളായിട്ടല്ല, അതൊരു മുഖ്യധാര പൊതുബോധ നിർമ്മിതിയിൽ പങ്കുള്ളവരായിക്കൊണ്ടാണ്. ആ ബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ് ഇവരൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇടതുപക്ഷത്തിന്റെ സ്പോക്ക് പേഴ്സൺസ് ആണ്, അവരുടെ ഇടതുപക്ഷത്തിന്റെ നാവാണ്. ഇന്നലെ ദീപ നിശാന്തിൽ നിന്ന് വന്ന കുറെ ദിവസങ്ങളായി വടകരയിൽ ചെറുതായ രൂപത്തിൽ പലയിടത്തും ഒളിയമ്പുകളായി വന്ന തിരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ ഒരു ഫേക്ക് സ്ക്രീൻഷോട്ടായി വന്ന പച്ച വർഗീയത, അഥവാ സ്ക്രീൻഷോട്ടിന്റെ കാര്യം സൂചിപ്പിക്കേണ്ടല്ലോ. തിരഞ്ഞെടുപ്പിന് തൊട്ടു തലേ ദിവസം ലീഗുകാരെന്ന പേരിൽ ഒരു വാട്സാപ്പ് സ്ക്രീൻഷോട്ട് പുറത്തിറങ്ങുന്നു. മുസ്ലിമായ ഷാഫിക്ക് വോട്ട് ചെയ്യണമെന്നും കാഫിറായ ടീച്ചറെ മാറ്റി നിർത്തണമെന്നും പറയുന്ന ഒരു വാട്സാപ്പ് സ്ക്രീൻഷോട്ട്. എത്ര അപകടകരമാണ് അതെന്ന് നോക്കൂ. തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നാൾ പുറത്തിറക്കുന്ന ഒരു പ്രചരണം, ഇത് മുസ്ലിം അത് ഹിന്ദു, അവർക്ക് വോട്ട് ചെയ്യരുത് എന്ന ഈ പച്ച വർഗീയതയാണ്. ഇത് കേവലമായൊരു തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന അപകടം ചരിത്രത്തിലെമ്പാടും ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ശ്രീലങ്കയിലെ ദശാബ്ദങ്ങൾ നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് വലിയ കാരണമാവുന്നത് എന്താ? ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി സിംഹളർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. തമിഴരെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി, അവരെ രണ്ടാം തരം പൗരന്മാരാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇതാ ശ്രമിക്കുന്നു എന്ന വാഗ്ദാനം. ഇത്തരത്തിൽ മനുഷ്യരെ രണ്ടാക്കി തീർക്കുന്ന, മനുഷ്യരെ മതത്തിന്റെ പേരിൽ, ഈ വംശീയതയുടെ പേരിലൊക്കെ രണ്ടാക്കി തീർക്കുന്ന ഒരു തന്ത്രം കാലങ്ങളായി പ്രയോഗിച്ചു വരാം. ആ പ്രയോഗം തന്നെയാണ് വടകരയിലും അവസാന നിമിഷത്തിൽ സഖാക്കൾ ഉപയോഗിച്ചത്. പറഞ്ഞതുപോലെ നല്ല വർഗീയതയാണത്. എനിക്ക് തോന്നുന്നു BJP ഒക്കെ എല്ലായ്പ്പോഴും ഉപയോഗിക്കാറുള്ള, ഇന്ത്യയിൽ നമ്മൾ സ്ഥിരമായി കണ്ടുവരാറുള്ള സ്ഥിരം തന്ത്രം. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്നത്, കേരളത്തിൽ അത് CPM ആണ്. വർഗീയതയെ എതിർക്കുന്നേ എന്ന് നിങ്ങൾ വലിയ അട്ടഹാസം ഉയർത്തുന്ന കാലത്ത് പോലും ചാപ്പ കുത്തിയ സംഘടനകളോടൊപ്പം UDF-നെ തോൽപ്പിക്കാൻ നിങ്ങൾ അധികാരത്തിൽ മുന്നണി ബന്ധം പങ്കുവെച്ചത് എൻ്റെ പഞ്ചായത്തായ പറപ്പൂരിൽ പോലും ഞങ്ങൾ കണ്ടിട്ടുള്ളതാണെന്നേ. ഇവരുടെ പോലീസിൽ സംഖ്യക്കൂട്ടമുണ്ടെന്ന് നിങ്ങളുടെ നേതാവ് ആനി രാജ വന്ന് പറഞ്ഞാലും ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ടെന്നേ. ശരിയാണ്, ഞങ്ങൾ BJP-യെയും RSS-നെയും നിശിതമായി വിമർശിക്കുന്ന ആളുകളാണ്. അങ്ങനെ തന്നെയാണ്. അവരാണ് ഒന്നാം നമ്പർ വർഗീയത എന്നും അവരാണ് ഇന്ത്യയെ ഇന്ന് കാണുന്ന വൃത്തികെട്ട സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നത് എന്നും എല്ലായ്പ്പോഴും തുറന്നു പറയുന്ന ആളുകളാണ്. എന്ന് വെച്ച് നിങ്ങളുടെ വർഗീയത അല്ലാതെ ആവുന്നില്ല. നിങ്ങൾ ഉയർത്തുന്ന ഈ മുദ്രാവാക്യങ്ങൾ, നിങ്ങൾ മെല്ലെ കൊണ്ടുവരുന്ന ഈ സമവാക്യങ്ങൾ, നിങ്ങൾ മെല്ലെ ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ അടക്കമുള്ള പ്രസ്താവനകൾ, അത് വർഗീയത അല്ലാതാവുന്നില്ല. അത് തുറന്നു കാണിക്കുക ഞങ്ങളുടെ കർത്തവ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ നിഷ്കളങ്കർ അവശേഷിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഇതും വർഗീയത തന്നെയാണ്. ഈ CPM-ന്റെ വർഗീയതയും മലയാളികൾ അതിജീവിക്കുമെന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നും ഇടതാണ് RSS-നെ എതിർക്കുന്നത് എന്നും നിങ്ങൾ അവകാശപ്പെടുന്നത് RSS-ന് തുല്യമായി ഇടത് വളരുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല. നമോവാകം.